രാഷ്ട്രീയ പ്രതികരണങ്ങളോട് വരികയാണ് പ്രതിപക്ഷത്തിൽ നിന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കാൻ. ശ്രീ തിരുവഞ്ചൂർ, PM ശ്രീയിലെ തർക്കം, CPI-CPM തർക്കം തീരുന്നത് PM ശ്രീയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം എടുത്തുകൊണ്ടാണ്. ഇങ്ങനെ കാണുന്നു കോൺഗ്രസ്? തീരുമാനമെടുത്തതിന് അവർ തമ്മിലുള്ള തർക്കം തീർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിയമപരമായി ഇത് വിഡ്രോ ചെയ്യണമെന്ന് വരികിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൂടി അംഗീകരിച്ചെങ്കിലേ സാധ്യമാവും. ഇവർ കത്ത് കൊടുത്താലും ശരി, ഞങ്ങൾ ഇല്ല മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ലീഗാലിറ്റി എവിടം വരെ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. പ്രശ്നം പരിഹരിക്കണമെന്ന് വരികിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കത്ത് കൊടുത്താൽ മാത്രം പോരാ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എഗ്രി ചെയ്യുക കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ ഒപ്പിട്ട ഒരു ബെനിഫിഷ്യറി സ്റ്റേറ്റിന് പുറകോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് അത് എവിടം വരെ പോകുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കത്ത് കൊടുത്തു എന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തെ ക്യാബിനറ്റിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി CPIക്ക് ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിയമപരമായി ഇത് നിലനിൽക്കണം എന്ന് വരികിൽ നിശ്ചയമായും ഇന്ത്യ ഗവൺമെന്റ് കൂടി അത് എഗ്രി ചെയ്തെങ്കിലേ സാധ്യമാവും. അത് തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷേ ഒരു നിലപാട് മാറ്റം അങ്ങോട്ട് അറിയിക്കുന്നു എന്നുള്ളത് പ്രധാനമല്ലേ? ഞങ്ങൾക്കതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. 100% നിലപാട് മാറ്റം ഒരു ഈ മുന്നണിക്കകത്ത് അന്തചിത്രം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് നിലപാട് മാറിയതെന്ന് ആലോചിക്കണം. ഈ ഗവൺമെന്റ് തകിടം മറിയും എന്ന് തോന്നിയപ്പോഴാണ് നിലപാട് മാറ്റിയത് എന്ന് പറഞ്ഞാൽ നിലപാട് മാറ്റിയത് മറ്റൊരു നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ NEP-യുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന് ഇത് പറയാൻ അധികാരമില്ല എന്നുള്ളതാണ് CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ, കോൺഗ്രസുമായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ കാര്യം നോക്കട്ടെ, അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളിത് ചെയ്യില്ല എന്ന് ഇന്ത്യ ഒട്ടാകെ പ്രസംഗിക്കുകയും ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങൾ ചെയ്തതിനു ശേഷം നേരെ മറുകണ്ഠം ചാടിയതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതല്ലാതെ ഇന്ത്യയിലെ ഏതെല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനോട് യോജിച്ചോ വിയോജിച്ചോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഇവിടെ ഗവൺമെന്റ് ഭരണം തുടരുന്നതിന് വേണ്ടി മാത്രമാണ്, ഒരു ഗവൺമെന്റ് മറിയാതിരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു നടപടിയാണ് എന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഈ വിട്ടുവീഴ്ച, പക്ഷേ ആ വിട്ടുവീഴ്ചയിൽ കേന്ദ്രമെടുക്കുന്ന നിലപാടാണ് പ്രധാനമെന്നാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നത്. നോബിൾ മാരിക്കാരനിലേക്ക്. നോബിൾ, D രാജയ്ക്ക് MA ബേബി കേന്ദ്രത്തിന് കൊടുക്കാൻ പോകുന്ന കത്തിന്റെ കരട് കൈമാറിയിട്ടുണ്ട്. അതിലെ വിവരങ്ങൾ നമുക്ക് അറിയാനാകുന്നുണ്ടോ? ആ കത്ത് പ്രധാനമാണ്. ആ കത്ത് പുറത്തേക്ക് വിടണം എന്നത് കൂടിയാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്ന് അറിയുന്നു. അപ്പോൾ എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന പുതിയ നിലപാടെന്നുള്ളത് ജനം അറിയട്ടെ എന്നുള്ളതാണ്. എന്താണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് നൽകാവുന്ന വിവരം? അവിടെയും കേന്ദ്ര സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ടല്ലോ CPIയുടെ. CPIയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്നിപ്പോൾ MA ബേബി അറിയിച്ച കാര്യങ്ങൾ അതേപടി തന്നെ D രാജ അവിടെ അവതരിപ്പിക്കും. അതിനു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുക്കുന്ന തീരുമാനം അതേപടി അംഗീകരിക്കുകയായിരിക്കും എന്താണെങ്കിലും ഇവിടെ ചെയ്യുക. നിലവിൽ MA ബേബി അറിയിച്ച കാര്യങ്ങൾ അതേപടി തന്നെ സംസ്ഥാനത്തേക്ക് കൈമാറും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് അതേപടി തന്നെ ബിനോയ് വിശ്വത്തെ അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നേരിട്ട് ബിനോയ് വിശ്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട കത്ത് CPM അവിടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും സംസ്ഥാന നേതൃത്വമായിരിക്കും ഇതിലൊരു തീരുമാനം എടുക്കുക. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് അവിടെ എടുക്കുന്ന തീരുമാനം അതേപടി എന്താണെങ്കിലും ഇവിടെ അംഗീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. അത്തരത്തിലൊരു നിലപാടാണ് ഇപ്പോൾ D രാജ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ D രാജ വന്നപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയിരുന്നു. സംസ്ഥാനത്ത് തീരുമാനം എടുക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നാണ് D രാജ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും CPIയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ MOU അടക്കം റദ്ദാക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനം പിന്നോട്ട് പോകാൻ എന്താണെങ്കിലും ആദ്യഘട്ടത്തിൽ CPM തയ്യാറായില്ല. പക്ഷേ CPM ഇപ്പോൾ ആ വഴിയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ MOUയിലെ വ്യവസ്ഥകൾ മാറ്റണം എന്ന വഴിയിലേക്ക് എത്തുന്നു. സ്വാഭാവികമായി CPM ഉയർത്തിയ സമ്മർദ്ദം അത് വിജയിച്ചു എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് D രാജ അടക്കമുള്ള ആളുകളും വിലയിരുത്തുന്നത്. ആ അടിസ്ഥാനത്തിൽ എന്താണെങ്കിലും ഇപ്പോൾ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം അതേപോലെ തന്നെ CPI ദേശീയ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ കൃത്യമായി തന്നെ D രാജ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ഉച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPIയോട് ചേർന്ന ശേഷം എടുക്കുന്ന തീരുമാനമായിരിക്കും എന്താണെങ്കിലും D രാജയും പുറത്തേക്ക് വരുമ്പോൾ പറയാൻ പോകുന്നത്. അതുവരെ എന്തായാലും കാത്തിരിക്കണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സ്മൃതി, ശരി. CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം 1 മണിക്ക് ചേരും. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി തീരുമാനം അറിയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.